ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഒട്ടുമിക്ക എല്ലാ സെഗ്മെന്റിലെ വാഹനങ്ങളുടെ സെയിൽസും കവർ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇനി ബാക്കിയുള്ളത് ഹാച്ച് ബാക്ക് സെഗ്മെന്റിലുള്ള വാഹനങ്ങളുടെ സെയിൽസ് ആണ്. ആൻഡ് നമുക്ക് ഇനിയിപ്പോൾ നോക്കാം, കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 15 ഹാച്ച് ബാക്സ് ആണ് നോക്കുന്നത്. ആൻഡ് അതിൽ 15th പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ സിട്രോന്റെ C3 ആണ്. C3യുടെ ഇലക്ട്രിക്കിന്റെയും പെട്രോളിന്റെയും അവർ ഡിഫറൻ്റ് ആയിട്ടാണ് സെയിൽസ് ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇലക്ട്രിക്കിന് കഴിഞ്ഞ മാസം 60 വാഹനങ്ങളുടെ സെയിലും ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെയ് 2024 235 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 175 വാഹനങ്ങളുടെ വ്യത്യാസം 74.47% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. സോ ഇയർ ഓൺ ഇയറിലെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഇലക്ട്രിക് മാത്രം നോക്കുകയാണെങ്കിൽ ഇതിനാണ് വന്നിരിക്കുന്നത്. ഇനി പെട്രോൾ എടുക്കുകയാണെങ്കിൽ 110 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. മെയ് 2024 155 വാഹനങ്ങളുടെ സെയിൽ, 45 വാഹനങ്ങളുടെ വ്യത്യാസം ആൻഡ് 29.03% ഡീഗ്രോത്ത് റേറ്റാണ് വന്നത്. എന്തായാലും രണ്ടും ഡീഗ്രോത്ത് തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം റെനോയുടെ ക്വിഡ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 540 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 2024 മെയ്യിൽ 743 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. സോ 203 വാഹനങ്ങളുടെ വ്യത്യാസം 27.32% ഡീഗ്രോത്ത് റേറ്റ് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഈ വണ്ടിയുടെ സെഗ്മെന്റ്, ഇതിന്റെ പ്രൈസ് പോയിന്റും അതുപോലെ ഇതിന്റെ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സെയിൽ വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ ഇവരിത് കാര്യമായിട്ട് അങ്ങനെ അപ്ഡേറ്റും ചെയ്തിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സെഗ്മെന്റിൽ പൊതുവെ ഇപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു വരുന്നതാണ് ഒരു പ്രശ്നം. ഇനി അതുപോലെ തന്നെ നമ്മുടെ അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം MGയുടെ കൊമറ്റ് EV ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 823 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 2024 മെയ്യിൽ 1200 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. 377 വാഹനങ്ങളുടെ വ്യത്യാസം 31.42% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അത്ര മോശം സെയിലായിട്ട് തോന്നുന്നില്ല. കാരണം സംഭവം ഇതൊരു കൈൻഡ് ഓഫ് വലിയ ലുക്കൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ജസ്റ്റ് പ്രാക്ടിക്കാലിറ്റി മാത്രം നോക്കി, ഒരു സിറ്റി കാർ വേണം, ഇലക്ട്രിക് ആയിരിക്കണം, റണ്ണിങ് കോസ്റ്റ് കുറവായിരിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ചൂസ് ചെയ്യും എന്നുള്ളതല്ലാതെ ഇതങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയൊന്നും അല്ല. അതുകൊണ്ട് ഇത് എടുക്കുന്ന ആൾക്കാരും ഒരു 3rd അല്ലെങ്കിൽ 4th വണ്ടിയൊക്കെ ആയിട്ട് എടുക്കുന്നതായിരിക്കും. അതായത് പാവപ്പെട്ടവന്റെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന വണ്ടിയാണിത്. എനിവേ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ സെയിൽ അത്ര മോശമായിട്ട് തോന്നുന്നില്ല, അത്യാവശ്യം ഡീസെന്റ് ആണ്. ആക്ച്വലി അവർ ഇറക്കിയതിന് എനിക്ക് തോന്നുന്നു പ്രതീക്ഷയിലും കൂടുതൽ സെയിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു സെഗ്മെന്റ് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമ്മുടെ അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 1806 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 2024 മെയ്യിൽ 2227 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. അതായത് 421 വാഹനങ്ങളുടെ വ്യത്യാസം 18.9% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിക്ക് ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത്രയൊക്കെ തന്നെ സെയിൽ കിട്ടാറുള്ളൂ. ആദ്യം ഇറങ്ങിയ സമയത്തൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് 10,000 ഒക്കെ വെച്ച് ആവറേജ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ നന്നായിട്ട് കുറഞ്ഞു. അത് ഇവരുടെ സ്വന്തം വണ്ടിയുള്ള റീസൺ ആണ്. എഗെയിൻ ഈ സെഗ്മെന്റിൽ ബാക്കി വാഹനങ്ങൾക്ക് ഡിമാൻഡ് കുറഞ്ഞ പോലെ തന്നെ ഇതിനും കുറഞ്ഞു. ഇനി നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്. ഇതിനും കഴിഞ്ഞ മാസം 1855 വാഹനങ്ങളുടെ സെയിലുള്ളൂ. മെയ് 2024 2104 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 249 വാഹനങ്ങളുടെ വ്യത്യാസം 11.83% ഡീഗ്രോത്ത് റേറ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. സെയിൽ വലിയ കുഴപ്പമില്ല, കുറെ കാലമായിട്ട് 2000-3000 തന്നെ ഇഗ്നിസിന് സെയിൽ കിട്ടാറുള്ളൂ. എനിവേ അതാണ് ഇഗ്നിസിന്റെ കാര്യം. ഇത് വാഗണാറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം പ്രൈസൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ വെച്ച് വരുമ്പോൾ ഏകദേശം സെയിം ആയിരിക്കും. ഇനി ഈ അടുത്ത വാഹനം 10th പൊസിഷനിൽ നിൽക്കുന്ന സെലേറിയോ ആണ്. എഗെയിൻ കഴിഞ്ഞ മാസം 1861 വാഹനങ്ങൾ സെയിലുള്ളൂ. ഇവരുടെ ഈ 3 വണ്ടികളുടെ സെയിൽ നന്നായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലത്തെ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ മെയ് 2024 3314 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 1453 വാഹനങ്ങളുടെ വ്യത്യാസം 43.84% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇതിന് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. മിക്കവാറും വാഗണാർ തന്നെ ആയിരിക്കും അതിൻ്റെ റീസൺ. കാരണം ഇതിനകത്ത് 1 ലിറ്റർ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. വാഗണാറിൽ 1.2 ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സും കൈൻഡ് ഓഫ് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ ഉണ്ടെന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മുടെ 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ അൾട്രോസ് ആണ്. അൾട്രോസ് ഇറങ്ങിയത് കഴിഞ്ഞ മാസമാണ് ഫേസ് ലിഫ്റ്റ്. പക്ഷേ ഇതിൻ്റെ ഡെലിവറി ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. സോ മിക്കവാറും അവർ ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ പ്രൊഡക്ഷൻ റാപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കഴിഞ്ഞ മാസം കുറച്ചധികം സെയിൽ കുറഞ്ഞ് 2779 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുള്ളൂ. 2024 മെയ്യിൽ 4983 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. സോ 2204 വാഹനങ്ങളുടെ വ്യത്യാസം 44.23% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. മിക്കവാറും ഇനിയിപ്പം നമ്മുടെ ജൂൺ മാസത്തിലെ സെയിൽസ് കണക്ക് വരുമ്പോൾ അത്യാവശ്യം കയറുമായിരിക്കും. കാരണം ആ മാസത്തിൽ നമ്മുടെ ഫേസ് ലിഫ്റ്റിന് മാത്രം സെയിലേ വന്നിട്ടുള്ളൂ. ഇനി i20 ആണ് നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം. ഇതിന് കഴിഞ്ഞ മാസം 4090 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 5669 വാഹനങ്ങളുടെ സെയിലായിരുന്നു 2024 മെയ്യിൽ കിട്ടിയത്. അതായത് 1079 വാഹനങ്ങളുടെ വ്യത്യാസം 20.87% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ പ്രീമിയം ഹാഷ് ബാക്കുകളൊക്കെ ഒരു കാലത്ത് നല്ല ഡിമാൻഡുള്ള സെഗ്മെന്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഈ സെഗ്മെന്റ് പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കോമ്പാക്ട് SUVs അതൊക്കെ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ 2 വണ്ടികൾക്ക് സെയിലുള്ളൂ. അതിൽ ഒന്ന് മെയിനാണ്,
നിങ്ങൾക്കറിയായിരിക്കും. എനിവേ 7th പൊസിഷനിൽ ഹ്യുണ്ടായുടെ ഐ10 ന്യൂസ് ആണ് ഇരിക്കുന്നത്. ഇതിനും കഴിഞ്ഞ മാസം ആകെ 4344 വണ്ടികളുടെ സെയിലുള്ളൂ. 1-2 വർഷം മുന്നേ ഇതിന് 8,000-നടുത്ത് 7,000-നടുത്തൊക്കെ സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. 2024 മെയിലും വലിയ സെയിലൊന്നും ഇല്ലായിരുന്നു. 5,328 വാഹനങ്ങളുടെ സെയിലുള്ളൂ. 984 വാഹനങ്ങളുടെ വ്യത്യാസവും 18.47% ഡീഗ്രോത്ത് റേറ്റുമാണ്. ഈ ലിസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാം ഡീഗ്രോത്ത് ആണ്. ആകപ്പാട് 2 വണ്ടികൾക്ക് ഗ്രോത്ത് ഉള്ളൂ. അതിപ്പോൾ അധികം വൈകാതെ മനസ്സിലാവും. ഏതായാലും ഐ10 ന്യൂസും ഇതിന്റെ സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ സെയിൽ ഇത്തിരി കുറവാണ്. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ടൊയോട്ടയുടെ ഗ്ലാൻസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 4,753 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട്. 2024 മെയിലും 4,517 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 236 വാഹനങ്ങളുടെ വ്യത്യാസവും 5.22% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. പറഞ്ഞു വരുമ്പോൾ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വേണമെങ്കിൽ പറയും. ഓർ ബാക്കി നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജും പറയും. കാരണം ആകെ 2 വണ്ടികൾക്ക് മാത്രമേ ഗ്രോത്ത് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഗ്ലാൻസ് ടൊയോട്ട അല്ല ഉണ്ടാക്കുന്നത്, മാരുതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. സോ വലിയ കാര്യമൊന്നുമില്ല ഇതിന് ഈ സെയിൽസിൽ. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി മാരുതി സുസുക്കിയുടെ ഓൾട്ടോ ആണ്. അതുപോലെ ഒരു കാലത്ത് നമ്മുടെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരുന്നൊരു വണ്ടിയായിരുന്നു. 18,000, 20,000, 25,000 വെച്ചൊക്കെ സെയിൽ വന്നുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം ജസ്റ്റ് 4,970 വാഹനങ്ങളുടെ സെയിൽ നിൽക്കുന്നത്. 2024 മെയിൽ 7,675 വാഹനങ്ങളുടെ സെയിലെങ്കിലും കിട്ടിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ 2,705 വാഹനങ്ങളുടെ വ്യത്യാസവും 35.24% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ആയിട്ട് 5,000-നും താഴെ ആയിട്ടുണ്ട് ഇതിൻ്റെ സെയിൽ. ഇപ്പോൾ പിന്നെ കേട്ടൻ മാത്രമേ ഉള്ളൂ. പണ്ട് നമുക്ക് 800cc ഉള്ള വണ്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന ടാറ്റയുടെ ടിയാഗോ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഓൾട്ടോയുടെ സെയിൽ ടിയാഗോയിലും താഴെ ഒരു കാലത്ത് വരുമെന്ന്? കഴിഞ്ഞ മാസം ഏതായാലും ടിയാഗോയ്ക്ക് 6,407 വാഹനങ്ങളുടെ സെയിൽ വന്നിട്ടുണ്ട്. മെയ് 2024 5,927 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 480 വാഹനങ്ങളുടെ വ്യത്യാസവും 8.1% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടി ഇതാണ്. ആൻഡ് ആകെപ്പാടെ 2 വണ്ടികൾക്കുള്ളല്ലോ, അറിയാമല്ലോ. പിന്നെ ടിയാഗോയ്ക്ക് അവർ ഫേസ് ലിഫ്റ്റ്, അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള അപ്ഡേറ്റ് ഇറക്കിയപ്പം അത്യാവശ്യം സെയിൽസ് കൂടിയായിരുന്നു. ഇനി അടുത്ത 3rd പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാരുതിയുടെ ബലേനോ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 11,618 വാഹനങ്ങളുടെ സെയിലും 2024 മെയിൽ 12,842 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 1,224 വാഹനങ്ങളുടെ വ്യത്യാസവും 9.53% ഡീഗ്രോത്ത് റേറ്റുമാണ്. ആക്ച്വലി കമ്പാരിറ്റീവ്ലി സെയിൽസ് കുറവാണ്. 15,000 to 18,000 റേഞ്ചിലൊക്കെ സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടി എന്നുള്ള രീതിയിൽ നോക്കുമ്പം 12,000-നടുത്ത് എന്ന് പറയുമ്പം ഇത്തിരി കുറവാണെന്ന് പറയേണ്ടി വരും. ഏതായാലും അതവരുടെ ബാക്കി വണ്ടികൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. 2nd പൊസിഷനിലെ വാഗണാറാണ്. ഇതിന് കഴിഞ്ഞ മാസം 13,949 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട്. 14,492 വാഹനങ്ങളുടെ സെയിലായിരുന്നു 2024 മെയിൽ കിട്ടിയത്. എഗെയിൻ കമ്പാരിറ്റീവ്ലി ഇതും കുറച്ച് കുറവാണ്. 18,000 to 24,000-നടുത്തൊക്കെ സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ 14,000-ലേക്ക് വന്നു. വ്യത്യാസം 543 വാഹനങ്ങളുടെ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് 3.75 ആണ്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നതിനാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഡീഗ്രോത്ത് ആണല്ലോ. ഇനി നമ്മുടെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 14,135 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 19,393 വാഹനങ്ങളുടെ സെയിലായിരുന്നു മെയ് 2024 കിട്ടിയത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 5,258 വാഹനങ്ങളുടെ വ്യത്യാസവും 27.11% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. സോ സ്വിഫ്റ്റിന്റെ സെയിലും അത്യാവശ്യം കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഹാച്ച് ബാക്ക് ഇതാണ്. എനിവേ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള ഹാച്ച് ബാക്കുകളുടെ വീഡിയോ.